വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിയിൽ നമ്മൾ ഓഫ് കോഴ്സ് നല്ല പോലെ സാലറി ഉണ്ട്, അപ്പോൾ അതുപോലെ നമുക്ക് ചിലവുണ്ട്. നമ്മൾ പറയാറില്ലേ, ഇപ്പം നമുക്ക് നാട്ടിൽ ഒരു 10,000 രൂപ 20,000 രൂപയാണ് നമുക്ക് സാലറി എങ്കിൽ അതുപോലെ 20,000 രൂപയുടെ ചിലവേ വരത്തുള്ളൂ. പക്ഷെ ജർമ്മനിയിൽ 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ എത്ര ലക്ഷങ്ങൾ കൂടുന്നോ അതുപോലെ നമുക്ക് ചിലവും കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്കൊരു ജനറൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് കോഴ്സ് നമുക്ക് സ്റ്റുഡൻസ് ആയാലും ജോലിക്ക് വരുന്നവരായാലും എന്ത് പർപ്പസിന് വരുന്നവരായാലും നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പാർട്ട്മെൻറ്റ് ഇല്ലാതെ നമുക്ക് നാട്ടിലെ പോലെ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാം. ഓഫ് കോഴ്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാം, പക്ഷെ നിൽക്കണമെങ്കിൽ പോലും നമ്മൾ ജർമ്മനി പറഞ്ഞിരിക്കുന്ന ഒരു ക്വാഡ്രാമീറ്ററിലുള്ള ഓണും അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അവരുടെ പേരിൽ തന്നെ ഉള്ള കോൺട്രാക്റ്റ് ഉൾപ്പെടെ. അല്ലാന്ന് വെച്ചാൽ അവർക്ക് വിസ എക്സ്റ്റൻഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വീടിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് കിട്ടാം, ഫേർണിഷ്ഡ് അല്ലാത്ത അപ്പാർട്ട്മെൻറ്റ് കിട്ടാം. ഇപ്പോൾ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചില ഓണേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ആ ഫർണിച്ചറിൻ്റെ കാശ് ഒരു ഡെപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് അവർ വാങ്ങും 300 to 600 800 അങ്ങനെ. പക്ഷെ അത് തിരിച്ചു കൊടുക്കത്തില്ല. ഡെപ്പോസിറ്റ് ഓൾറെഡി വേറെ തനിയെ വാങ്ങാറുണ്ട് ഇപ്പം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലും അങ്ങനെയല്ലേ, സിറ്റിയിലുള്ള വാടകയല്ല ഉള്ളിലോട്ട് പോകുമ്പോൾ. പക്ഷെ ഇവിടെ ഓരോ ഇപ്പം മ്യൂണിക്ക് എടുക്കുവാണെങ്കിൽ കുറഞ്ഞത് 1 bedroom അപ്പാർട്ട്മെൻറ്റ് 900 to 1,300 വരെ പോകും. പിന്നെ എന്താ പറയുക, വേറെ സ്ഥലമുണ്ടല്ലോ ബെർലിൻ ആണെങ്കിൽ അതുപോലെ തന്നെ 1,200 1,000 എന്ന അതേ 1 room അപ്പാർട്ട്മെൻറ്റ് ഡ്രെസ്ഡൻ എന്ന സ്ഥലത്ത് വരുമ്പോൾ 560 to 700 അല്ല. ഇനി ഡുസൽഡോഫ് ക്രേഫിൽഡ് ആ റിഷ്റ്റും അവിടെ വരുമ്പോൾ 450 to 600, അതായത് 1 single room അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി ഇത് ഫർണിഷ്ഡ് അല്ലാത്തതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളിത് വാങ്ങി, പക്ഷെ ഓഫ് കോഴ്സ് അവർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് തരും, പക്ഷേ കിച്ചൺ ഉണ്ടാകത്തില്ല. കിച്ചൺ നിങ്ങൾ തനിയെ ചെയ്യണമെങ്കിൽ നാട്ടിലെ കുറഞ്ഞത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ പോയി വാങ്ങി റെഡിയാക്കിയ പോലെ നമുക്ക് കിച്ചൺ പ്ലസ് അടുപ്പുണ്ടാകണം. ഓഫ് കോഴ്സ് വാഷിംഗ് മെഷീൻ വേണം. നമ്മുടെ നാട്ടിലെ പോലെ അലക്കുകല്ലോ അല്ലെങ്കിൽ അല്ലാതെ പോയി അലക്കാമെന്നോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതും നമ്മൾ തനിയെ വാങ്ങണം. പിന്നെന്താ, മൈക്രോവേവ് ഓവൻ. നമുക്ക് തണുപ്പ് സമയത്തൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ അതിന് ഭക്ഷണം ചൂടാക്കി തന്നെ കഴിക്കേണ്ടി വരും. അത് നമുക്ക് വേണ്ട, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അതുപോലെ നമുക്ക് കെറ്റിൽ വേണം വെള്ളം ചൂടാക്കാൻ, ബ്രെഡ് ടോസ്റ്റർ വേണം, അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള. പിന്നെ ഫ്രിഡ്ജ് ഓഫ് കോഴ്സ് അപ്പം ബേസിക് കാര്യങ്ങളെല്ലാം വാങ്ങി വരുമ്പോൾ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ വാങ്ങിയാൽ പോലും നാട്ടിലെ കുറഞ്ഞത് 1.5 ലക്ഷം രൂപയോളം ആകും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വരുന്ന ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് വരുന്ന ഒരു ബില്ലാണ് റേഡിയോയുടെ ഒരു ബില്ലെന്ന് പറഞ്ഞിട്ട്. അത് മാസം 18 യൂറോ സംതിങ് ആണ് വരുന്നത്. സോ 3 മാസത്തേക്ക് ഒരിക്കലാണ് നമ്മളത് അടയ്ക്കുന്നത്. 53 യൂറോ ആയിട്ട് അത് വരാറുണ്ട്. പിന്നെ വരുന്ന ബില്ല് നമ്മുടെ വൈഫൈ, ഇൻ്റർനെറ്റ്, നമ്മുടെ ഫോൺ, സിം കാർഡിൽ ഓഫ് കോഴ്സ് നമുക്ക് നെറ്റ് വേണം. അപ്പോൾ അത് എല്ലാം കൂടെ അറൗണ്ട് ഒരു 40 to 50 rupees. ദെൻ നമ്മൾ എന്താ ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ തനിയെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മുൻപൊക്കെ 2 വർഷം 3 വർഷം മുമ്പ് വരെ 80 പൈസ അല്ലേ, പൈസ എന്ന് പറയാൻ പറ്റില്ല, 80 സെൻറ്റ് 90 സെൻറ്റ് ആയിരുന്ന പാൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഇപ്പോഴത്തെ വില 1.5 1.6 യൂറോ ആ രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡബിൾ പോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതും പ്രിഫർ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എഡേക്ക, അൾഡി, നെറ്റോ, ലിഡിൽ, പെന്നി ഇങ്ങനെ പല ഷോപ്പുണ്ട്. പക്ഷേ ഈ നെറ്റോ, പെന്നി, ലിഡിൽ അവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ വില കുറവായിരിക്കും. പിന്നെ ഇനി ബയോ മാത്രം കിട്ടുന്ന കടകളുണ്ടാവും, ഷോപ്പുണ്ടാവും. അവിടെ പോയാൽ പിന്നെ നമ്മുടെ സാലറി മൊത്തം അതിനായിരിക്കും നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. പിന്നെ നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഗാർഡനുള്ളൊരു ഹൗസാണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ, മീൻസ് നമ്മുടെ നാട് പോലെ ഈ കിളികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകും അല്ലെങ്കിൽ പുഴുക്കൾ വന്ന് തിന്നുകൊണ്ട് പോകും, അങ്ങനത്തെ ഒരു ടെൻഷനേ നമുക്ക് വേണ്ട. കാരണം ഇവിടുത്തെ മണ്ണും ഒക്കെ നല്ല വളക്കമുള്ള നല്ല മണ്ണാണ്, നല്ല ഇളക്കമുള്ള മണ്ണ്. അപ്പം നമ്മൾ
പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ടാവും. സോ നമുക്ക് ബാൽക്കണി തന്നെ തക്കാളി അല്ലെങ്കിൽ പയർ അങ്ങനത്തെ സാധനങ്ങൾ സ്വന്തമായിട്ട് വെറുതെ കൃഷി ചെയ്തിട്ടാലും അത്രയും ലാഭം. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. അത് പറയാൻ കാരണം നമ്മൾ 200 ഗ്രാം 300 ഗ്രാം നോർമൽ പയർ അതുപോലും ഇവിടെ വാങ്ങുമ്പോൾ 2.5 യൂറോ 3 യൂറോ അങ്ങനെയാണ്. തക്കാളിക്ക ഒരു 4 തക്കാളിക്ക 5 തക്കാളി ആ ഒരു ടൈപ്പ് വരുമ്പോഴത്തേനും 1 കിലോ ഏകദേശം ആവുമല്ലോ. അത് തന്നെ 2 യൂറോ 2.5 യൂറോ ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. പിന്നെ വരുന്ന ചിലവ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് വരുമ്പോൾ മുൻപൊക്കെ ഞാൻ വന്ന സമയത്ത് ഞാൻ 110 യൂറോ വരെ പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് 50 യൂറോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും ചില വർക്ക് ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ 12%, 15% ഡിപ്പെൻസ്. അപ്പം എൻ്റെ അർബൈറ്റ് ഗേബർ, എൻ്റെ എംപ്ലോയർ നമുക്ക് 12% അവരടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ എംപ്ലോയറും അവർ പേ ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പേഴ്സണൽ ചെലവുകളിൽ വരുന്നത്. ഇതുകൂടാതെ നമ്മുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യപ്പെടുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, റെന്റ് ആൻഡ് ഫർണിച്ചറും, ഇനി അർബൈറ്റ് എന്ന് വെച്ചാൽ ജോലി ഇല്ലാതിരിക്കുന്നവർക്കും നമ്മളിൽ നിന്ന് ഒരു ഇൻഷുറൻസ് അവർ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ യുദ്ധമൊക്കെ നടന്ന സ്ഥലത്ത് നിന്ന് റെഫ്യൂജീസ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിപ്പിച്ചിരുന്നവർക്ക് ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ അല്ലാതെ അവരുടെ പൈസ ഉണ്ടാവും ഓഫ്കോഴ്സ് പക്ഷെ നമ്മുടെ സാലറിയിൽ നിന്ന് പോലും ഒരു വിഹിതം അവർ കട്ട് ചെയ്യും. അങ്ങനെ അപ്പം ഞാൻ സാലറി സ്ലിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തനിയെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ടാക്സ് എല്ലാം എങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത്. സോ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് ഒരു 1200 1300 യൂറോ വാങ്ങുന്ന സ്റ്റുഡൻസ് ആയാൽ പോലും നമ്മൾ ഒരു 600 റെന്റ് ഉൾപ്പെടെ ലെബൻസ്മിറ്റൽ മീൻസ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഒരു 600 to 700 യൂറോ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി, ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുന്നത് ഒരു 4 പേര് ഒരുമിച്ച് താമസിക്കുന്നിടത്ത് നമ്മളിപ്പോൾ 4 പേരുടെ കണക്കാണ് ഞാൻ പറയുന്നതെങ്കിൽ 140 യൂറോ, 14,000 രൂപയോളം 140 യൂറോ. പക്ഷേ ഇവിടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചാണ് കറണ്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന 140 എത്രയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്തോ അതിനുള്ള മാത്രം പൈസ കട്ട് ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ആ ക്യാഷ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരു വർഷം ആകുമ്പോഴത്തേനും തിരിച്ചു കിട്ടും. അത് എനിക്ക് ഈ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് 350 യൂറോയോളം എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ കുറച്ച് യൂസ് ചെയ്തതിന് തിരിച്ചു കിട്ടി. പിന്നെ ഈ വാട്ടർ അതൊക്കെ നമ്മുടെ നെയ്ബർ കോസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഇലക്ട്രിസിറ്റി തന്നെ. ഇനി ചില വീടുകളിൽ ഓയിൽ ഹൈസ് അങ്ങനെ ഇലക്ട്രിസിറ്റി പ്ലസ് അടുപ്പ് ഗ്യാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്യാസിന് തനിയെ 100 യൂറോ എക്സ്ട്രാ ഒരു മാസം നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ ഒരു മിനിമം ഒരു 3000 യൂറോ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് 3000 യൂറോ സാലറി കിട്ടുന്ന ഒരാൾക്കാണെങ്കിൽ പോലും കുറഞ്ഞതൊരു 1300 1400 യൂറോയോളം ഇവിടെ തന്നെ ചിലവാകും എന്നുള്ളതാണ്. സോ ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോ നീട്ടിക്കുന്നില്ല, നിങ്ങൾ ടെൻഷൻ ആക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ജർമ്മനിയിലെ ചിലവുകളാണ്. സോ ഇനി എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി സ്ലിപ്പിൽ എന്തൊക്കെയാണ് കട്ടിങ്സ്, നേഴ്സസിൻ്റെ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഞാൻ നേഴ്സ് ആയതുകൊണ്ട്. സോ അതിലെങ്ങനെയാണ് അവർ ഡീറ്റെയിൽസ് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം. സോ ടിൽ ദെൻ ബൈ ബൈ.